ഹായ് ഫ്രണ്ട്സ്, മഹാലക്ഷ്മി മഹാ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി വരാൻ പോകുന്ന ഒരു പുതുപുത്തൻ പ്രമോ റിവ്യൂവിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയാൻ പോകുന്നത്. മഹാലക്ഷ്മിയുടെ സഹായത്താൽ മാത്രമേ ഇനി കരുണയ്ക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പായിട്ടുണ്ട്. നമ്മുടെ ഡോക്ടർ വന്നിട്ട് പറയുന്നുണ്ട് പ്രതാപനോടാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഈ കുട്ടിയുടെ ശരീരത്തിലെ മുഴുവൻ ബ്ലഡും ഇപ്പം തന്നെ മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഈ കുട്ടി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല. അതിൽ മാരകമായ വിഷം അടങ്ങിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ബ്ലഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെക്കണം, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് ആപത്താണ് എന്ന് പ്രതാപനോട് പറയുന്നുണ്ട്. പക്ഷെങ്കിൽ ആ ബ്ലഡ് ഗ്രൂപ്പ് ഒരിക്കൽ പോലും മറ്റൊരാൾക്ക് അവിടെ ഉണ്ടായിരുന്നില്ല. കാരണം ആ ബ്ലഡ് ഗ്രൂപ്പ് അത്ര പെട്ടെന്നൊന്നും കിട്ടാത്ത ഒരു ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നു. ആ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരേ ഒരു വ്യക്തി മഹാലക്ഷ്മി മാത്രമായിരുന്നു. ഇനിയിപ്പം മഹാലക്ഷ്മിയുടെ മുമ്പിൽ താൻ കൈനീട്ടാൻ പോവണോ എന്നിങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ പ്രതാപനാണെങ്കിൽ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, നേടാ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ കരുണമോൾക്ക് വേണ്ടി നീ പോയിട്ട് നീ അവളോട് പറ ബ്ലഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. മഹാലക്ഷ്മി എന്തായാലും കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ. അങ്ങനെ മുത്തശ്ശിയുടെ വാക്കുകൾ കേട്ട് മഹിയോട് പ്രതാപം പറയുന്നുണ്ട്, കരുണയുടെ അവസ്ഥ അത്രയും മോശമാണ്. നിനക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയുള്ളൂ, ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നീ അവളെ രക്ഷിക്കണം. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അവൾക്ക് ബ്ലഡൊന്നും വേറെ കിട്ടാൻ വഴിയില്ല. കാരണം നിൻ്റെ ബ്ലഡ് തന്നെയാണ് അവളുടെയും ബ്ലഡ്. അത് നിനക്ക് അറിയാലോ. നീ ഒന്ന് വന്ന് അവൾക്ക് ഇച്ചിരി ബ്ലഡ് കൊടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, സാധ്യമല്ല, എനിക്കൊരിക്കലും അത് സാധ്യമല്ല, ഞാൻ കൊടുക്കില്ല എൻ്റെ ഭാര്യയുടെ ബ്ലഡ്, അവളെ കൊണ്ട് കൊടുപ്പിക്കാൻ സമ്മതിക്കുകയില്ല എന്നൊക്കെ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ്റെ ഈ ഒരു വാക്കുകൾ കേട്ടിട്ട് മഹാലക്ഷ്മിക്ക് ഇച്ചിരി സങ്കടമൊക്കെ ആവുന്നുണ്ട്. എത്ര പറഞ്ഞാലും തൻ്റെ അനുജത്തിയാണല്ലോ കരുണ എന്നുള്ള കാര്യം മഹാലക്ഷ്മിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ കരുണയുടെ നമ്മുടെ മഹാലക്ഷ്മിയുടെ ദുർഗ പറയുന്നുണ്ട്, നീ ഇത്ര കുശുമ്പുള്ളവളാണെന്ന് എനിക്കറിയില്ലായിരുന്നു, നിനക്ക് നിൻ്റെ അനുജത്തെ പോലും സഹായിക്കാനുള്ള മനസ്സില്ലേടിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, നിങ്ങളിതിൽ ഇടപെട്ട് പോകരുത്, നിങ്ങളെ ഞാനിവിടെ ആട്ടി ഇറക്കും, അല്ലെങ്കിൽ മിണ്ടാതെ അവിടെ വല്ലതും പോയിരുന്നു എന്നൊക്കെ നമ്മുടെ കണ്ണൻ നല്ല രീതിക്ക് തന്നെ പറയുന്നുണ്ട് കേട്ടോ കൂട്ടുകാരെ. അതിനുശേഷമാണെങ്കിലും നമ്മുടെ മഹാലക്ഷ്മി നമ്മുടെ കരുണയുടെ അടുത്ത് ഇങ്ങനെ ബ്ലഡ് കൊടുക്കണോ എന്നുള്ള ആലോചനയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം നമ്മുടെ മഹാലക്ഷ്മിക്ക് മാത്രമേ ഇപ്പം കരുണയെ രക്ഷിക്കാൻ കഴിയുള്ളൂ. കാരണം ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും ഒരിക്കലും ഒരു ബ്ലഡ് കിട്ടില്ല മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. എത്ര പണം ഉണ്ടെന്ന് പറഞ്ഞാലും അവരാരും തന്നെ വിചാരിച്ചത് സാധ്യമല്ല. അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട്, എടോ താൻ എന്ത് ചെയ്താലും എനിക്കതൊന്നും കുഴപ്പമില്ല, ഇപ്പോൾ കരുണയ്ക്ക് ബ്ലഡ് കൊടുത്താലും അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേങ്കിൽ അവൾ ആ കെണി വെച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്, നമുക്ക് വേണ്ടിയിട്ടാണ്. അത് നീ മറന്നു പോകരുത്. നീ അവളെ എത്രത്തോളം രക്ഷിക്കാൻ നോക്കും തോറും അവൾ നിന്നെ അത്രത്തോളം കൊല്ലാനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് നീ ഒരിക്കലും മറക്കരുത് മഹാലക്ഷ്മി. പണ്ടും നിന്നോട് ഒരുപാട് സ്നേഹം കാണിച്ച് അവൾ ഗുണ്ടകൾക്ക് നിന്നെ ഇട്ടുകൊടുത്തതാണ്. അവിടെ വന്ന് മാർക്കോയാണ് നിന്നെ രക്ഷിച്ചത്. അതൊന്നും നീ മറക്കാനേ പാടില്ല മഹാലക്ഷ്മി എന്നൊക്കെ കണ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, എനിക്കെല്ലാം അറിയാൻ കണ്ണേട്ടാ, ഒന്നും അറിയാത്തത് കൊണ്ടല്ല, പക്ഷെങ്കിൽ അവളെ ഇപ്പോൾ രക്ഷിക്കാൻ എന്നെക്കൊണ്ട് മാത്രമേ സാധ്യമുള്ളൂ. കാരണം ചുരുങ്ങിയ സമയം കൊണ്ടൊന്നും ആർക്കും ആരുടെ ബ്ലഡും പെട്ടെന്നൊന്നും കിട്ടിയെന്നേ വരില്ല. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തായാലും അച്ഛൻ വന്ന് ചോദിച്ചതല്ലേ, അവൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം അമ്മയും വിളിച്ചിരുന്നു, അമ്മ പറഞ്ഞിരുന്നു നിന്നെക്കൊണ്ട് മാത്രമേ അവളെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്നൊക്കെയാണ് അമ്മയും പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പം തന്നെ അവളുടെ കുഞ്ഞു പോയതിൽ എല്ലാവരും സങ്കടപ്പെടുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആരും തന്നെ സങ്കടത്തിൽ നിന്ന് ഒന്ന് കരകയറി വരില്ല കണ്ണേട്ട. നമുക്ക് എന്തായാലും അവളെ രക്ഷിച്ചേ മതിയാവും എന്നൊക്കെ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ നമ്മുടെ കരുണയ്ക്ക് ബ്ലഡൊക്കെ കൊടുത്ത് കരുണയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സമയത്താണ് കരുണ എഴുന്നേറ്റൊക്കെ നടക്കാറായി കമലേശ്വരത്ത് വീണ്ടും എത്തിയിരിക്കുകയാണ്. അങ്ങനെ കരുണയാണെങ്കിലും നമ്മുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതൊന്നും കരുണയ്ക്ക് വലിയൊരു പുത്തരിയല്ല. കാരണം കരുണ വലിയൊരു അഹങ്കാരി തന്നെയാണ്. കരുണയ്ക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടതൊന്നും യാതൊരു സങ്കടവുമില്ല. കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, ഒരു കുഞ്ഞല്ലേ ഉണ്ണിയേട്ടാ, അതൊക്കെ അങ്ങ് പോട്ടെ, അല്ലെങ്കിലും ആ കുഞ്ഞിനെ ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. കാരണം ഒരിക്കൽ പോലും ആ കുഞ്ഞിനോട് എനിക്കൊരു സ്നേഹവും തോന്നിയിട്ടില്ല. ഈ ഒരു ചെറുപ്രായത്തിൽ ഒരു അമ്മയാവുക എന്നൊക്കെ വെച്ചാൽ വലിയൊരു തെറ്റാണ് ഉണ്ണിയേട്ടാ, അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അതൊന്നും സാരമില്ല, എന്തായാലും എനിക്ക് ജീവൻ തിരിച്ചു കിട്ടില്ലോ, അത് വെച്ച് നമുക്ക് സന്തോഷിച്ചായിട്ട് ജീവിക്കാമെന്നൊക്കെ ഉണ്ണിയോട് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗ ഇത് കേട്ടുകൊണ്ട് വരുമ്പോൾ ദുർഗ ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിനക്ക് ജീവൻ തന്നത് എന്തിനാണെന്നറിയോ? നിനക്ക് ആരാ ജീവൻ തന്നതെന്ന് നിനക്കറിയോ എന്നൊക്കെ ദുർഗ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദുർഗയോട് നമ്മുടെ കരുണ ചോദിക്കുന്നുണ്ട്, പിന്നെ ആരാ എനിക്ക് ജീവൻ തന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നാണ് നമ്മുടെ കരുണയ്ക്ക് മനസ്സിലാവുന്നത് തൻ്റെ സ്വന്തം ചേച്ചിയാണ് തനിക്ക് ജീവൻ തന്നത് എന്നുള്ള കാര്യം. അത് മനസ്സിലാക്കിയ ഉടൻ തന്നെ കരുണയ്ക്ക് നല്ല ദേഷ്യവും വരുന്നുണ്ട്, സങ്കടവും വരുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്ത് പറ്റിയ കരുണയെ, നീ പെട്ടെന്ന് എന്താ അവിടെ നിന്ന് അമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇറങ്ങി പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഉണ്ണീട്ട അത് വേറൊന്നും കൊണ്ടല്ല, അവളാണോ എനിക്ക് ബ്ലഡ് തന്നത്, അവളുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡാണോ എൻ്റെ ശരീരത്തിൽ കൂടെ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മുടെ കരുണ പറയുന്നുണ്ട്.
അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് അതെ അതിനെന്താ അത്ര വലിയ മോശം എന്ന് ഉണ്ണി ചോദിക്കുന്നുണ്ട്. ഉണ്ണിയാണെങ്കിൽ പഴയ പോലെ നല്ല ഉണ്ണിയായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം ഉണ്ണിക്ക് എല്ലാ കാര്യങ്ങളും നല്ല ബോധ്യമായി. കാരണം മഹാലക്ഷ്മി ഇല്ലായിരുന്നെങ്കിൽ കരുണയ്ക്ക് ഒരിക്കലും ഈ ജീവിതത്തിലോട്ട് തിരിച്ചു വരാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ ഉണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, നീ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, നിൻ്റെ ചേച്ചിയാണ് അവൾ, നിനക്ക് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അവൾ നീ ഇച്ചിരിയെങ്കിലും ഒന്ന് സ്നേഹിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അല്ലെങ്കിലും നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്, നീ അവളെ കൊല്ലാൻ വെച്ച കെണിയിൽ നീ തന്നെയാണ് വീണത്. ഇനിയെങ്കിലും നല്ലപോലെ ജീവിക്കാൻ നോക്കുക. അപ്പൊ നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് ഒന്നും പറയണ്ട കണ്ണേട്ടാ, മതി നിർത്ത്, നമുക്ക് റൂമിലോട്ട് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ കണ്ണൻ പറയുന്നുണ്ട് നീ എന്താടോ ഇങ്ങനെ ആയി പോയത്, അവള് ഇപ്പോഴും വലിയൊരു അഹങ്കാരത്തോട് കൂടെ നിൽക്കുകയാണ്. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെട്ടിട്ട് പോലും അവൾക്കത് യാതൊരു പ്രശ്നവുമില്ല. എന്നിട്ടും ഇപ്പോഴും അഹങ്കാരത്തിന് യാതൊരു കുറവും തന്നെ ഇല്ല. അപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാ ബ്ലഡൊന്നും ഇവൾക്ക് കൊടുക്കണ്ടെന്ന്, കാരണം ഇവൾ ഇനിയും ഇങ്ങനെ തന്നെയായിരിക്കും ജീവിക്കുക എന്നൊക്കെ കണ്ണൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ണനോട് ഉണ്ണി പറയുന്നുണ്ട് ഇല്ല ഏട്ടാ, അവൾ അങ്ങനെയൊന്നും ആയിരിക്കില്ല, അവളെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഉണ്ണിക്ക് ചെറിയതായിട്ട് ഒരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മുടെ കണ്ണന് മനസ്സിലാവുന്നുണ്ട്. അപ്പം നമ്മുടെ കരുണ പറയുന്നുണ്ട് ഇവളുടെ ബ്ലഡ് ആണെങ്കിൽ എനിക്കിങ്ങനെ ഈ ഒരു ശരീരത്തിൽ ജീവിക്കണമെന്ന് പോലും ആഗ്രഹമില്ല, എന്നെ അങ്ങ് കൊന്നു കളഞ്ഞാൽ പോരായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കരുണയാണെങ്കിൽ ഒറ്റയ്ക്ക് ഒന്ന് പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് കരുണ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്തിനായിരിക്കും മഹാലക്ഷ്മി എന്നെ സഹായിക്കുന്നത്, അവളെ ഞാൻ ചെറുപ്പകാലം തൊട്ടേ ദ്രോഹിക്കാൻ തുടങ്ങിയതാണ്, എന്നിട്ടും അവൾക്ക് എന്താ എന്നോടൊരു ദേഷ്യവും തോന്നാത്തത്, അവൾ എന്തിനായിരിക്കും എന്നെ സഹായിച്ചത് എന്നൊക്കെ ഇങ്ങനെ മഹാലക്ഷ്മിയെ പറ്റി ഇങ്ങനെ കരുണ ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ ചെയ്തത് തെറ്റാണോ ഈശ്വര, അതിനുള്ള ശിക്ഷയാണോ, എൻ്റെ കുഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയത്, ഇനിയെങ്കിലും അവളെ ഞാൻ സ്നേഹിക്കണോ എന്നൊക്കെ 100 ചോദ്യങ്ങൾ നമ്മുടെ കരുണ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട് നീ ഇപ്പം എന്താ ആലോചിക്കുന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാൻ കരുണേ, നീ ചെയ്തത് വളരെയധികം തന്നെ തെറ്റാണ്, നീ കാരണം ആണ് നമ്മുടെ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടത്, അത് അവർക്ക് വെച്ച കെണിയാണെങ്കിലും വീണത് നീ തന്നെയാണല്ലോ, അതാണ് പറയുന്നത് ഇനിയെങ്കിലും മറ്റുള്ളവരുടെ സ്വത്ത് കണ്ട് നമ്മൾ അതിമോഹിക്കാൻ പാടില്ല, നമുക്കുള്ളത് വെച്ച് നമ്മൾ ജീവിക്കണം എന്നുള്ള കാര്യമൊക്കെ ഉണ്ണി കരുണയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് കരുണ പറയുന്നുണ്ട് എനിക്കെൻ്റെ തെറ്റുകളെല്ലാം മനസ്സിലായി ഉണ്ണേട്ടാ, ഇന്ന് അവളില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ജീവൻ പോലും കിട്ടിയില്ലായിരുന്നു എന്ന് അവള് ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കരുണ ഓടി എന്നെ സഹായിക്കാൻ വേണ്ടി ഇനി ഒരിക്കലും ഞാൻ അവളെ ദ്രോഹിക്കാൻ വേണ്ടി പോവില്ല. കരുണയാണെങ്കിൽ അങ്ങനെ കരുണ ഒരു നല്ലവളായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പ്രൊമോ റിവ്യൂ അവസാനിക്കുന്നത്. ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.